പ്യാരെ ബച്ചോ ആദാബ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 7ാം ക്ലാസ്സിലെ 2ാം പാദവാർഷിക പരീക്ഷയ്ക്ക് സമയമായി. അതിന് തയ്യാറെടുത്തു കൊണ്ടിരിക്കുകയാണ് നാം എല്ലാവരും. 2ാം പാദവാർഷിക പരീക്ഷയ്ക്ക് വരുന്ന പാഠഭാഗങ്ങളിലെ പ്രവർത്തനങ്ങളാണ് ഈ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത്. ഏതെല്ലാം ചോദ്യങ്ങൾ എങ്ങനെയെല്ലാം വരും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. ഖേത്തോമേ ജാനായി എന്നതാണ് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ പാഠം. ഇതൊരു പദ്യഭാഗമാണ്. ഈ പദ്യഭാഗത്തിലുള്ള ഹം ആവാസ് അൽഫാസ് ഏതൊക്കെയാണ്? ആയി ലായി, ആയേ ഛായേ, ഷോർ സോർ, ഷാൻ ജാൻ. ഒന്നുകിൽ ഇതേ പദ്യം തന്നെ പരീക്ഷയ്ക്ക് വരാം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള സമാനമായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിന് പുറത്തുള്ള പദ്യം തന്ന് ഹമ്മാവാസ് അൽഫാസ് എഴുതാനുണ്ടാകാം. ഇനിയുള്ളത് അഷാർക്ക മത്ലബ് എഴുതാനുള്ള പ്രവർത്തനം വന്നാൽ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബർസാത്ത് സർപ്പെ ആയി, കാലി ഗഠായലായി, ഗിർ ഗിർക്കെ ആയ ബാദൽ, ഹർസിമത്ത് ചായ ബാദൽ. ഇതിൻ്റെ മത്ലബ് എഴുതുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ചോദ്യപേപ്പറിലുള്ള പോലെ ഈ വരികൾ എഴുതുക. വരികൾ എഴുതിയതിന് ശേഷം ഇവിടെ കാണുന്ന പോലെ ഒരു സൈഡിൽ മത്ലബ് എന്ന സൈഡ് ഹെഡിങ് എഴുതുക. എന്നിട്ട് ഇതെഴുതുക: എ അഷാർ ഉറുദു ക മഷഹൂർ ഷായർ അൽതാഫ് ഹുസൈൻ ഹാലി ക നസ്മ സേ ഹെ. എ അഷാർ, ഈ വരികൾ ഉറുദുവിലുള്ള പ്രശസ്തനായ കവി അൽതാഫ് ഹുസൈൻ ഹാലി ക നസ്മ സേ ഹെ. അൽതാഫ് ഹുസൈൻ ഹാലിമിയുടെ നസ്മിൽ നിന്നാണ്, പദ്യത്തിലുള്ള വരികളാണ്. എ നസ്ം ബാരിഷ് കെ ബാരെ മേ ഹെ. ഈ പദ്യം ബാരിഷിനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വരികൾ, ഇപ്പോൾ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മത്ലബ് എഴുതാൻ പറയുമ്പോൾ നമുക്ക് ഏതൊക്കെ പാഠങ്ങളാണ് പദ്യഭാഗം ഉള്ളതെന്നറിയാം. അപ്പോൾ ആ പദ്യഭാഗത്തിലെ കവികളെ നമുക്ക് മനസ്സിലാക്കി വച്ചിരിക്കണം. ഇങ്ങനെ ഒരു പാരഗ്രാഫിന് ശേഷം 2ാമത്തെ പാരഗ്രാഫിൽ തന്ന വരികളുടെ മത്ലബ് ഇപ്രകാരം എഴുതണം: ഷായർ ഇസ് അഷാർ മേ യെ കഹത്തെ ഹൈ കെ കാലി ഗഠായെ ബാരിഷ് ലേക്കർ ആത്തെ ഹൈ, ഹർ തരഫ് ബാദൽ ഛായേ ഹുയേ ഹെ, ജോർദാർ ബാരിഷ് ഹോ രഹി ഹെ. ഇത് അതേ വരികളെ തന്നെ വരിയായിട്ട് എഴുതി എന്നുള്ളതാണ്. ആ പാട്ടിൽ നിന്ന് മാറ്റി വരിയായി എഴുതിയെന്നുള്ളൂ. ഇത് 2ാമത്തെ പാരഗ്രാഫാക്കി എഴുതണം. അപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി പറയാം. അഷാറിൻ്റെ മത്ലബ് എഴുതുമ്പോൾ ആദ്യം തന്ന വരി അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. അതിന് ശേഷം മത്ലബ് സൈഡിട്ട് എഴുതുക. പിന്നെ 2 പാരഗ്രാഫ് എഴുതുക. ഇനി അടുത്ത് നോക്കൂ. ഇവിടെ പാഠഭാഗത്തിൽ ഉള്ള അധിക പ്രവർത്തനമായി നൽകിയിട്ടുള്ള കുറച്ച് വരികളാണ്. റിംജിം റിംജിം ബർസ പാനി ബിജലി ചംകി ബാദൽ ഗർജ, ജൽ തൽ ഹോ ഗയെ നദി നാലെ, ഛായേ ബാദൽ കാലെ കാലെ. ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള വരികളാണ്. എന്നിട്ട് ഇതിലുള്ള ഹമ്മാവാസ് അൽഫാസ് ചോദിക്കുന്നതോടുകൂടെ ബാരിഷിനെ കുറിച്ച് എഴുതാനുള്ള പ്രവർത്തനം വരാം. അപ്പോൾ ഒരു പദ്യം തന്നിട്ട് ആ പദ്യത്തിലുള്ള ഒരു വിഷയത്തെക്കുറിച്ച് എഴുതാൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ പദ്യത്തിൽ നിന്ന് ഒരുപാട് വരികൾ കിട്ടും, ഒരുപാട് പദങ്ങൾ കിട്ടും. ആ പദങ്ങൾ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, അതിനെക്കുറിച്ച് എഴുതാനായിട്ട്. ഇപ്പോൾ ബാരിഷാണ്. ബാരിഷ് മേ നദി നാലെ ജൽത്തൽ ഹോ ഗയെ ഹൈ, ബാരിഷ് മേ മേണ്ടക്ക് टर टर बोलते ഹൈ, ബാരിഷ് റിംജിം റിംജിം ആവാസ് മേ ബാരിഷ് ബറസ്തി ഹെ, ബാരിഷ് കി വക്ത് ബിജലി ചമക്തേ ഹെ. ഇവയെല്ലാം നമുക്ക് ഇപ്രകാരം നമുക്ക് എഴുതാം. അഥവാ ഒരു പദ്യം തന്ന് ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് കുറിപ്പ് എഴുതാനോ സെൻറ്റൻസ് എഴുതാനോ പറഞ്ഞാൽ ഒരു 4-5 വരികൾ എഴുതാം. 4 വരിയൊക്കെ എഴുതണം. ആ എഴുതാനുള്ള പദങ്ങൾ, അതിനാവശ്യമായിട്ടുള്ള പദങ്ങൾ നമുക്ക് പദ്യത്തിൽ നിന്ന് കണ്ടെത്തിയിട്ട് ശരിയായ സെൻറ്റൻസാക്കി എഴുതാം. ഈ രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. ഹാത്ത് മിലായെ എന്നതാണ് അടുത്ത പാഠം. ഹാത്ത് മിലായ എന്ന് പറഞ്ഞാൽ സേലാബുമായി ബന്ധപ്പെട്ട ഒരു പാഠമാണ്. സേലാബ് എന്നത് നിങ്ങളുടെ മനസ്സിലെപ്പോഴും ഉണ്ടായിക്കോട്ടെ. സേലാബ് വെള്ളപ്പൊക്കം. അപ്പോൾ സേലാബിനെ കുറിച്ച് സെൻറ്റൻസ് എഴുതാൻ പറഞ്ഞാൽ സേലാബുമായി ബന്ധപ്പെട്ട ഒരു പദസൂര്യ നിങ്ങളെ മനസ്സിലുണ്ടാവണം. സേലാബ് മേ ചാറോ तरफ खौफनाक हालात है,
നാല് ഭാഗത്തും പേടിപ്പെടുത്തുന്ന അവസ്ഥകളാണ് സേലാബിൻ്റെ സമയത്തുള്ളത്. ഇതൊക്കെ ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ നമ്മളെ പാഠത്തിൽ നിന്നെടുത്ത വരികൾ തന്നെയാണ്. കൈ ജാൻവർ और परिंदे पानी में बह रहे हैं. സേലാബിൻ്റെ സമയത്ത് ഒരുപാട് മൃഗങ്ങളും പക്ഷികളും വെള്ളത്തിലൂടെ ഒഴുകുന്നു. പേട് പൗധെ ഗിർ പടേ ഹെ, മരങ്ങളും ചെടികളും വീണ് കിടക്കുന്നു. ഗർ പാനിമേം ഡൂബ് ഗൈ ഹെ, ഗർ പല വീടുകളും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നു. ഇതൊക്കെ സേലാബിൻ്റെ സമയത്തുണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ പാഠഭാഗത്തു നിന്നുള്ള കാര്യങ്ങളാണുള്ളത്. മിക്കവാറും ചോദ്യപേപ്പറിൽ തന്നെ ഹിൻസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ആ പാഠത്തിലെ മറ്റൊരു പ്രവർത്തനമാണ് സേലാബ് എപ്പോഴാണ് ഉണ്ടാവുക? ബാരിഷ് കെ മൗസം, ബാരിഷിൻ്റെ സമയത്താണ്, മഴക്കാലത്താണ് സേലാബ് ഉണ്ടാവുക. മഴ കൂടുമ്പോൾ വെള്ളം കൂടുമ്പോഴാണ് സേലാബ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ മഴക്കാലവും ഗർമി കാലവും, ഉഷ്ണകാലവും പിന്നെ മഴക്കാലവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കുറേ സെൻറ്റൻസുകൾ തന്നിട്ട് അതിൽ നിന്ന് ഉഷ്ണകാലവും അതുപോലെ മഴക്കാലവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ തരം തിരിച്ചെഴുതാനുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പാനിക്ക് കമ്മി, വെള്ളത്തിൻ്റെ കുറവ്, അത് എപ്പോഴാണ് ഉണ്ടാവുക? ചൂടുകാലത്താണ് ഉണ്ടാവുക. പാനി ജോർസെ ബറസ്, ശക്തമായ മഴ. ജോർസെ ബാരിഷ് എന്ന് പറഞ്ഞാൽ ശക്തമായ മഴ ഉണ്ടാവല് എന്തായാലും ബാരിഷിൻ്റെ സമയത്താണ്. കുവേക്ക പാനി ബഡ് രഹാ ഹെ, കിണറിലെ വെള്ളമൊക്കെ വർദ്ധിച്ചു വരുന്നു, ഉയർന്നു വരുന്നു, അതും ബാരിഷിൻ്റെ സമയത്താണ്. സാരെ ഖേത്ത് സൂക്ക്, ഇത് ഒരു വലിയ സെൻറ്റൻസിനെ ഞാൻ ചെറുതാക്കിയിട്ട് എഴുതിയതാണ്. അപ്പോൾ അതിൽ ഓരോ പദങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഖേത്ത് സൂക്ക് അഥവാ വയൽ ഉണങ്ങുക. വയൽ ഉണങ്ങൽ എപ്പോഴാണ്? വെള്ളം കിട്ടാതെ പിന്നെ ചൂടുകാലമാകുമ്പോൾ, ഗർമി കാലമാകുമ്പോൾ. കുവേമേ പാനിക്കം, കിണറിൽ വെള്ളം കുറയുന്നത് എപ്പോഴാണ്? ചൂടുകാലത്താണ്. കൂടുന്നത് സ്വാഭാവികമായിട്ടും ബാരിഷിൻ്റെ സമയത്താണ് കൂടുക. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. നേരെ മുദ്രാവാക്യങ്ങൾ തയ്യാറാക്കൽ. മുദ്രാവാക്യം തയ്യാറാക്കാൻ പറഞ്ഞാൽ താഴോട്ട് എഴുതിയാൽ മതി. പേട് ലഗാവോ ഫിത്രത്ത് ബച്ചാവോ, മരം വെക്കൂ പ്രകൃതിയെ സംരക്ഷിക്കൂ. പേടിനെ കാട്ടോ, മരം മുറിക്കരുത് എന്നതാണ് പേടിനെ കാട്ടോ എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മുദ്രാവാക്യമാണെങ്കിൽ താഴോട്ട് എഴുതാം. അതേപോലെ പ്ലക്കാർഡ് എഴുതാൻ പറഞ്ഞാൽ ഇതുപോലെ ഒരു ബോക്സ് വരച്ചിട്ട് താഴോട്ട് കാലൊക്കെ വരച്ച് കണ്ട് ആ രീതിയിൽ തന്നെ പ്ലക്കാർഡ് എഴുതാം. പേട് ഹമാരി ദൗലത്ത് ഹെ, പേട് നമ്മുടെ സമ്പത്താണ്, പിന്നെ മരങ്ങൾ നമ്മുടെ സമ്പത്താണ്. പാനി അൻമോൽ ഹെ, പാനി അമൂല്യമാണ്, വെള്ളം അമൂല്യമാണ്. ഏത് വിഷയത്തെക്കുറിച്ചും നമുക്ക് വരാവുന്നതാണ്. പോസ്റ്റർ എഴുതാൻ പറഞ്ഞാൽ ഒന്നുകൂടി ബോർഡറൊക്കെ ഉഷാറായിട്ട് വരച്ച് എന്തിനെക്കുറിച്ചാണോ എഴുതേണ്ടത് അത് വലുതാക്കിയൊക്കെ എഴുതണം. ഓക്കെ. പാനി ഖുദാക്കി നിയമത്തെ ഹെ, വെള്ളം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അപ്പോൾ തന്നിരിക്കുന്ന ഏതിനെക്കുറിച്ചാണോ എഴുതാനുള്ളത് ആ അതിനെക്കുറിച്ച് നേരെയാണെങ്കിൽ താഴോട്ട് എഴുതുക. പ്ലക്കാർഡാണെങ്കിൽ പെട്ടി വരച്ച് കാല് വരയ്ക്കുക. പോസ്റ്ററാണെങ്കിൽ ഒരു വലിയ ബോർഡർ കൊടുക്കുക. അടുത്ത പാഠം ഹംപി സാത്ത് ഹെ എന്നതാണ്. ആ പാഠത്തിലെ ചില പ്രവർത്തനങ്ങൾ അത് കഥയായതുകൊണ്ട് തന്നെ കഥയിൽ നിന്ന് ചോദ്യങ്ങൾ തയ്യാറാക്കാനും കഥാഭാഗം തന്ന് ചോദ്യങ്ങൾ താഴെ നൽകി ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനുള്ള തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. പിന്നെ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു കഥയുടെ ഭാഗമൊക്കെ തന്നാൽ പിന്നെ അതിൽ ചോദ്യം തന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ചോദ്യം ഉണ്ടാക്കാൻ പറഞ്ഞാലോ പിന്നീട് പ്രതീക്ഷിക്കേണ്ടത് ഉൻവാൻ എഴുതാനാണ്, ഹെഡിങ് എഴുതാൻ, യോജിച്ച ഹെഡിങ് എഴുതാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ സിനാൻ സാത്വീൻ ജമാത്ത് കാലെടുക്കാ ഹെ. സിനാൻ 7ാം ക്ലാസ്സിലെ കുട്ടിയാണ്. സിനാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയാണ്. ചുട്ടി കെ ദിൻ, ഒഴിവ് ദിവസം, വോ ദോസ്തോ കെ സാത്ത്, ചങ്ങാതിമാരോട് കൂടെ, സടക്ക് കെ കിനാരെ, റോഡിനരികിൽ, മൈതാൻ മേ ഖേൽ രഹാത്ത, മൈതാനത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അവിടെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കാനുള്ള പദങ്ങൾ നിർബന്ധമായും നമ്മൾ പഠിച്ചിരിക്കണം. കോൻ ആര്, ക്യാ എന്ത്, കഹാ എവിടെ, കബ് എപ്പോൾ, കൈസെ എങ്ങനെ, കിത്തിന എത്ര. ഇത്രയെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. കോൻ, ക്യാ, കഹാ, കബ്, കൈസെ, കിത്തിന, ഇത്ര എണ്ണമെങ്കിലും നിങ്ങൾ
പദങ്ങളും അവയുടെ അർത്ഥവും പഠിച്ചിരിക്കണം. ഇനി എങ്ങനെ നമ്മൾ ചോദ്യം ഉണ്ടാക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ചോദ്യം തന്നാൽ ഉത്തരം എഴുതുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ ഒന്നാമത്തെ വരി നമുക്ക് സിനാൻ സാത്വീൻ ജമാഅത്ത് കാൽ എടുക്കാഹെ. സിനാൻ 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു ആൺകുട്ടിയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ മലയാളത്തിൽ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ചോദിക്കാം? സിനാൻ ആരാണെന്ന് ചോദിക്കാം. മലയാളത്തിൽ നമ്മൾ സിനാൻ ആരാണ്, ഉത്തരം എന്താ? 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി എന്നുള്ളതിന് എന്താ പറയുക? സാത്വീൻ ജമാഅത്ത് കാൽ എടുക്കുക. 7ാം ക്ലാസ്സിൽ ആൺകുട്ടിയാണ് എന്നുള്ളതിൻ്റെ ഉറുദു സാത്വീൻ ജമാഅത്ത് കാൽ എടുക്കുക. അതാണ് ഉത്തരം. അപ്പോൾ ആ ഉത്തരം വരുന്ന സ്ഥലത്ത് ആര് എന്നതിനെന്താ പറയുക? കോൻ എന്നാണ് പറയുക. അപ്പോൾ സിനാൻ കോൻ ഹെ എന്നാണ് ചോദ്യം. ഇനി അല്ലെങ്കിൽ അത് തന്നെ വേറെ രൂപത്തിൽ നമുക്ക് ചോദിക്കാം. സിനാൻ എത്രാം ക്ലാസ്സിലുള്ള കുട്ടിയാണ് എന്ന് ചോദിക്കാം. അപ്പോൾ എത്രാം ക്ലാസ് എന്നുള്ളതിൻ്റെ ഉത്തരം എന്താ? 7ാം ക്ലാസ് എന്നാണ്. 7ാം ക്ലാസ് എന്നുള്ളതിന് സാത്വീം 7ാം. അപ്പോൾ സിനാൻ എത്രാം ക്ലാസ്സിലുള്ള കുട്ടിയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സാത്വി എന്നുള്ളിടത്ത് എന്ത് എഴുതിയാൽ മതി? എത്ര എന്നതിൻ്റെ ഉറുദു കിത്തിന എന്നാണ്. സിനാൻ കിത്തിന് ജമാഅത്ത് കാൽ എടുക്കാഹ എന്ന് എഴുതിയാൽ ചോദ്യം റെഡിയായി. ഈ രീതിയിലാണ് ചോദ്യങ്ങൾ എഴുതേണ്ടത്. ആ പാരഗ്രാഫിൽ നിന്ന് സിനാൻ കോൻ ഹെ, സിനാൻ കഹാം ഖേൽ രഹാത്ത, അല്ലേ, മൈദാൻ മേ ഖേൽ രഹാത്ത. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ചോദ്യങ്ങൾ ഉണ്ടാക്കേണ്ടത്. ഇനി നമുക്ക് ചോദ്യങ്ങൾ തന്ന് ഉത്തരം എഴുതാനാണ് ചോദിക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, അർത്ഥം അറിഞ്ഞാൽ വളരെ പെട്ടെന്ന് കിട്ടും. ഇനി അർത്ഥമൊന്നും അറിഞ്ഞില്ലെങ്കിൽ ആ ഒരു സെൻറ്റൻസ്, ഇപ്പോൾ ഉദാഹരണം സിനാൻ കഹാം ഖേൽ രഹാത്ത എന്നതിൽ ഖേൽ രഹാത്ത എന്നാണല്ലേ സെൻറ്റൻസിൻ്റെ അവസാനം. ആ ഖേൽ രഹാത്ത എന്നതാണ് ആ ചോദ്യത്തിൻ്റെ അവസാനമുള്ളത്. ഖേൽ രഹാത്ത എന്നാണ്. അപ്പോൾ ഒരു എളുപ്പമാർഗം എന്താ വെച്ചാൽ ആ ഖേൽ രഹാത്ത എന്നുള്ളത് നിങ്ങൾക്ക് കഥാഭാഗം തന്നതിൽ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊന്ന് തിരഞ്ഞു നോക്കി നിങ്ങൾക്ക് ഖേൽ രഹാത്ത എന്ന ഒരു വരി കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും അതിൻ്റെ മുമ്പുള്ള ഭാഗങ്ങളായിരിക്കും ഉത്തരം. ആ രീതിയിൽ നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. ഇനി ഇതിലെ അടുത്ത പ്രവർത്തനം ഗുഫ്തഗു എഴുതാനാണ്. ഈ പാഠം എന്ന് പറഞ്ഞാൽ സിനാൻ്റെയും രാഹുലിൻ്റെയും പാഠമാണ്. സിനാൻ ആരാണ്, രാഹുൽ ആരാണെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണേ. കാരണം പരീക്ഷയ്ക്ക് അങ്ങനെ ചോദ്യം വരാമെന്ന് യാതൊരു ഐഡിയ ഇല്ല. പുതിയ പുസ്തകമാണ്, ചോദ്യമൊക്കെ പല രീതിയിൽ വരികയാണ്. അപ്പോൾ ചിലപ്പോൾ സിനാൻ്റെ കിർദാർ എങ്ങനെയുണ്ട്, കഥാപാത്രം എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ രാഹുലിൻ്റെ കഥാപാത്രം എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദ്യം വരാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ കഥ എന്താണെന്നെങ്കിലും അറിയണം കേട്ടോ. ഇനി അതിലെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഗുഫ്തഗു എഴുതാൻ. അഥവാ സ്കൂളിൽ കലോത്സവമുള്ള സമയത്ത് അത് കഴിഞ്ഞതിന് ശേഷം അവൻ വന്ന് കണ്ട് രാഹുലിൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ രാഹുൽ ചോദിക്കുന്നു, ഇന്നിനി വലിയ സന്തോഷവാനാണല്ലോ എന്ന ഒരു സംഭാഷണം എഴുതാനുണ്ട്. അപ്പോൾ നമുക്ക് ഏത് സംഭാഷണം എഴുതാനാണെങ്കിലും അതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് എന്തുണ്ടാവും? കുറച്ച് വരികൾ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ വരികളാണ് സംഭാഷണം എഴുതാനുള്ള ഹിൻസ്, ഇഷാരകൾ. അപ്പോൾ ഇഷാര ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് വെച്ച് അങ്ങനെ നമുക്കൊരു സംഭാഷണം എഴുതാൻ നോക്കാം. സ്കൂൾ കലോത്സവമേ കൈ പ്രോഗ്രാമത്തെ. സ്കൂൾ കലോത്സവത്തിൽ ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു. ഗീത്, പാട്ട്, തക്രീർ, പ്രസംഗം, മോണോ ആക്ട്, ഡ്രാമ, ഒപ്പന വഗൈറ മുതലായ അതുപോലുള്ള കുറേ പ്രോഗ്രാം ഉണ്ടായിരുന്നു. സിനാൻ ഉറുദു ഗീത് കെ മുക്കാബിലമേ ഔവലായ. സിനാൻ ഉറുദു പാട്ട് മത്സരത്തിൽ 1ാം സ്ഥാനം കിട്ടി. ഇതൊരു പാരഗ്രാഫാണ്. വോ ഹുഷി ഹുഷി എന്ത് ചെയ്തു, രാഹുലിൻ്റെ വീട്ടിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു വരിയും കൂടി ഉണ്ടെന്ന് കരുതാം. എന്തുണ്ടാവും? അവ കണ്ടപ്പോൾ രാഹുൽ ചോദിച്ചു, സിനാൻ ആജ് തും ബഹുത് ഖുഷ് ഹോ, എന്നെ കാണാൻ നല്ല സന്തോഷമുണ്ടല്ലോ. ബാക്കി നമ്മൾ എഴുതാനേ കാര്യം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അപ്പോൾ എന്താണ് സന്തോഷത്തിനുള്ള കാരണം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ ഇപ്പം ചെന്ന് കണ്ട് എനിക്ക് ഉറുദു പാട്ടിൽ 1ാം സ്ഥാനം കിട്ടിയെന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ചോദ്യത്തിന് വലിയൊരു ഇതില്ല, സ്കോപ്പില്ല. അപ്പോൾ നമ്മൾ അഥവാ മുകളിൽ കൊടുത്ത സാധനങ്ങൾ മുഴുവനും ഒറ്റയടിക്ക് ഉത്തരം പറയരുത്. നമ്മൾ എന്താ പറയണ്ടേ? ഇന്ന് സ്കൂളിൽ കലോത്സവമായിരുന്നു. അപ്പോൾ അതൊരു വരിയായി, സ്കൂളിൽ കലോത്സവമായിരുന്നു. അപ്പോൾ സിനാൻ ചോദിക്കുക, അന്ന് സ്കൂളിൽ എന്തൊക്കെ പരിപാടികളാണ് ഉണ്ടായതിൻ്റെ? അപ്പോൾ ഉത്തരം അവിടെ ഉണ്ട്, ഗീത്, തക്രീർ, മോണോ ആക്ട്, ഡ്രാമ, ഒപ്പന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതാം.
അപ്പോൾ എന്തായി, 2 ചോദ്യം 2 ഉത്തരമായി. അപ്പോൾ പിന്നെ രാഹുൽ സിനാനോട് ചോദിക്കുക, ക്യാ ആപ്നെ കോയി പ്രോഗ്രാം മേ ഷിർക്കത്ത് കി, അല്ലെങ്കിൽ കിസി പ്രോഗ്രാം മേ ഷിർക്കത്ത് കി, നീ ഏതെങ്കിലും പ്രോഗ്രാമിൽ പങ്കെടുത്തോ? അപ്പോൾ ഉത്തരം പറയാം, ഹാ ഹാ ഉറുദു ഗീത് കെ മുക്കാബലെ മേ ഷിർക്കത്ത് കീന്നോ അല്ലെങ്കിൽ ഹിസ്സാലിയാന്നൊക്കെ പറയാം. അപ്പോൾ 6 വരെയായി. അടുത്ത് പിന്നെ ക്യാ ഇനാമില, അങ്ക് എന്തെങ്കിലും കിട്ടിയോ അല്ലെങ്കിൽ സമ്മാനം കിട്ടിയോ? മുജെ അവൽ മിലാഹെ എന്നോ ആ രീതിയിൽ ഇനാം മിലാഹെ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് മിലാഹെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ പദങ്ങൾ കൂട്ടിച്ചേർത്ത് ചെറിയ ചോദ്യങ്ങളും ചെറിയ ഉത്തരങ്ങളും, ഒരു 4 ചോദ്യങ്ങളും 4 ഉത്തരങ്ങളും, ഒരു 8 വരി വരുന്ന വിധത്തിൽ എന്ത് ചെയ്യണം, സംഭാഷണം എഴുതണം. ഓക്കെ. അപ്പോൾ അതിന് സഹായകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദ്യപേപ്പറിൽ ആ ഗുഫ്തഗുവിൻ്റെ മേലെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ മുമ്പ് ചോദ്യപേപ്പറൊക്കെ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഹിൻസ് ഉണ്ടാവാറുണ്ട്. അടുത്ത പാഠം പഡോസിയാണ്. പഡോസി എന്ന് പറഞ്ഞാൽ ഒരു നസ്മാണ്, പദ്യമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ പദ്യത്തിൻ്റെ താഴെ ഉണ്ടാവും അത് ആരെഴുതിയതാണെന്നുള്ളത്, അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. പിന്നെ ആ പദ്യത്തിലുള്ള ഓരോ വരികൾ കാണാതെ പഠിക്കണം എന്നില്ല, എന്താണെന്നെങ്കിലും ജസ്റ്റ് എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. പദ്യമാകുമ്പോൾ ഹമ്മാവാസ് അൽഫാസ് ഉണ്ടാവും, പിന്നെ പഡോസി ആകുമ്പോൾ പഡോസിയെക്കുറിച്ച് എഴുതാനുണ്ടാവും, മത്തലബ് എഴുതാനുണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കറിയേണ്ടത് ഒരു നല്ല പഡോസി എങ്ങനെയുള്ളതായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ പാട്ടിൽ നിന്ന് എടുത്ത കുറച്ച് വരികളാണ്. ആപ്പസ് മേ ഖുഷി ഓർ ഗം മേ ഷാമിൽ ഹോത്തെ ഹെ, പരസ്പരം സന്തോഷത്തിലും ദുഃഖത്തിലും അവർ പങ്കുചേരും. ഹമേഷ ഖുലാ ദിൽ ഹോത്തെ ഹെ, എല്ലാ സമയവും തുറന്ന മനസ്സായിരിക്കും. ആപ്പസ് മേ മദദ്ഗാർ ഹോത്തെ ഹെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നവരായിരിക്കും. തഹ്വാർ ആയത്തോ ഗർ പർ ബുലാത്തെ ഹെ, എല്ലാ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവർ വീട്ടിലേക്ക് വിളിക്കും, സൽക്കരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പഡോസിയുടെ നല്ല അയൽക്കാരൻ്റെ ക്വാളിറ്റിയാണ്. ഓക്കെ. അപ്പോൾ അത് മിക്കവാറും പദ്യം തന്നുകാണ്ട് എഴുതാനേ കാരം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് അതിൽ നിന്ന് പദങ്ങളൊക്കെ എടുത്ത് എഴുതാം. എന്തായാലും നിങ്ങൾ മനസ്സിലാക്കി വെച്ച് പരീക്ഷയ്ക്ക് പോകണം. ഓക്കെ. അടുത്ത പാഠം, അവസാനത്തെ പാഠം കുടുംബശ്രീയാണ്. കുടുംബശ്രീ എന്താണ് എന്നതും അതെന്തിനു വേണ്ടിയുള്ളതാണെന്നും അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് എന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കുടുംബശ്രീ ഔറത്തോं की एक अंजुमन है. കുടുംബശ്രീ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ്, ഒരു സംഘമാണ്. औरतों को बढ़ावा देने का मंसूबा है, സർക്കാരി മൻസൂബ ഹെ, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള സർക്കാർ പദ്ധതിയാണ്. മലയാളം മനസ്സിലായല്ലോ. ഒന്ന് ഔറത്തോं की अंजुमन है, സ്ത്രീകളുടെ കൂട്ടായ്മ, വനിതകളുടെ കൂട്ടായ്മ. അതുപോലെ ഔറത്തോं को बढ़ावा देने का, സ്ത്രീ ശാക്തീകരണത്തിനായിട്ടുള്ള സർക്കാർ പദ്ധതിയാണ്. ഗരീബി ദൂർ കർന ഉസ്കാ അഹം മക്സദ് ഹെ, എന്താണ് കുടുംബശ്രീ കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം? അത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം പോസ്റ്ററാണ്. അച്ഛേ ഓർ സസ്തേ ചീസ്, നല്ലതും വില കുറഞ്ഞതുമായ വസ്തുക്കൾ നമുക്ക് കുടുംബശ്രീയിൽ ലഭിക്കുന്നു. ഇപ്പോൾ ഇവിടെ കുടുംബശ്രീക്ക നയാസാൽ മേളയുടെ പോസ്റ്ററാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ദൂരെ നിന്ന് നോക്കിയാൽ കാണുന്ന വിധത്തിൽ അത്യാവശ്യം വലുതായിട്ട് എഴുതാൻ ശ്രമിക്കണം. പിന്നീട് ഒരു പ്രോഗ്രാമിൻ്റെ പോസ്റ്റർ ആകുമ്പോൾ അത് എവിടെ വെച്ച് എപ്പോൾ നടക്കുന്നു എന്നുള്ളതൊക്കെ കാണിച്ചിരിക്കണം. അപ്പോൾ ഇവിടെ ബെ താരീഖ് 1 से 10 തക്ക്, ഞാനിവിടെ 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ, താരീഖ് പറഞ്ഞാൽ ഡേറ്റാണ്. ബെ താരീഖ് 1 से 10 തക്ക്, 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ. ഏത് മാസം? ജനുവരി മാസം. ഏത് വർഷം? 2025.
സ്ഥലമോ മലപ്പുറം ജംഗ്ഷനിൽ വെച്ചിട്ടാണ്. ഉദാഹരണത്തിനാണ് നമ്മൾ ഏത് സ്ഥലവും നമുക്ക് പരീക്ഷയ്ക്ക് ഏത് സ്ഥലവും എഴുതാം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലം എഴുതാം. ഇഫ്തിതാഹ് ഉദ്ഘാടനം, വിനോദ് സാഹബ്, ജില്ലാ കളക്ടർ മലപ്പുറം. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉദ്ഘാടനം ആരും ആവാം, അതൊന്നും പ്രശ്നമല്ല. അതിന് ശേഷം ഏറ്റവും താഴെ നൽകിയിട്ടുള്ളത് പിന്നെ എല്ലാവരും ഈ പരിപാടിക്ക് ക്ഷണിക്കണമല്ലോ അല്ലേ. നമ്മൾ മലയാളത്തിലാണെങ്കിൽ പങ്കെടുക്കുക, വിജയിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരികൾ ഉണ്ടാവലുണ്ട് പോസ്റ്ററിൻ്റെ താഴെ. എന്നതുപോലെ നമുക്ക് ഉറുദുവിൽ സബ്കാ ഖൈർ മഖ്ദം, എല്ലാവർക്കും സ്വാഗതം. ഈ രീതിയിൽ നന്നായി പഠിച്ച് പരീക്ഷ എഴുതുക. ശുക്രിയ.